ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ UDF കൺവീനർ അടൂർ പ്രകാശിനെ വീണ്ടും ചോദ്യം ചെയ്തേക്കും. മൊഴി വിശദമായി പരിശോധിച്ച ശേഷം വീണ്ടും വിളിപ്പിച്ചേക്കുമെന്നാണ് സൂചന. നിലവിലുള്ള തെളിവുകളും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴികളും വിശദമായി പരിശോധിച്ച ശേഷം നോട്ടീസ് നൽകാനാണ് തീരുമാനം. അതേസമയം മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെയും വീണ്ടും ചോദ്യം ചെയ്തേക്കുമെന്ന് സൂചനയുണ്ട്. അന്വേഷണ പുരോഗതി റിപ്പോർട്ട് SIT നാളെ കോടതിയിൽ സമർപ്പിക്കും. മനീഷ് മഹിപാൽ വീണ്ടും ചേരുകയാണ് വിവരങ്ങളുമായി. മനീഷ്, ഇതിപ്പോൾ അടൂർ പ്രകാശ് ഇന്നലെ സൂചിപ്പിച്ചതുപോലെ തന്റെ ഫോട്ടോയുമായി ബന്ധപ്പെട്ട് മാത്രമല്ല ഈ ചോദ്യം ചെയ്യൽ ഇന്നലെ നടന്നത് എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? അദ്ദേഹത്തെ വീണ്ടും വിളിപ്പിക്കുമെന്നുള്ള സൂചനകൾ പുറത്തുവരുമ്പോൾ ഒപ്പം കടകംപള്ളി സുരേന്ദ്രനെയും ചോദ്യം ചെയ്യലിനായി വീണ്ടും വിളിപ്പിക്കും എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തുവരുന്നുണ്ട്. അതിനിടയിൽ SIT കോടതിയിൽ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് സമർപ്പിക്കുകയാണ്. ആര്യ, ഇന്നലെ സംസ്ഥാന പോലീസ് ആസ്ഥാനത്ത് 2.5 മണിക്കൂറോളം നേരമാണ് UDF കൺവീനർ അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്തത്. അതിന് പിന്നാലെ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ചോദ്യം ചെയ്തു. പക്ഷേ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളുമായി സ്വർണ്ണക്കള്ളക്ക് അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ഇടപാടുകൾക്ക് ബന്ധമില്ല എന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകിയിട്ടുള്ള മൊഴി. സോണിയാഗാന്ധിയെ കണ്ടതിലടക്കം അടൂർ പ്രകാശിന് പങ്കില്ല. കൂടെ ഒരു തവണ പോയപ്പോൾ കൂടെ ഉണ്ടായിരുന്നു, പക്ഷേ അടൂർ പ്രകാശിന് പങ്കില്ല എന്ന മൊഴിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകിയിട്ടുള്ളത്. പക്ഷേ SIT ഇത് രണ്ടുപേരുടെയും മൊഴി, അടൂർ പ്രകാശിന്റെയും ഒപ്പം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും മൊഴി പൂർണ്ണമായി വിശ്വാസത്തിലെടുത്തിട്ടില്ല. തുടരന്വേഷണത്തിന്റെ ഭാഗമായി തന്നെ അടൂർ പ്രകാശിനെ വീണ്ടും ചോദ്യം ചെയ്തേക്കുമെന്നാണ് സൂചന. നിലവിൽ അടൂർ പ്രകാശിനെ ഇന്നലെ ചോദ്യം ചെയ്തത് നോട്ടീസ് കൊടുത്ത് രേഖാമൂലം പറഞ്ഞതനുസരിച്ചല്ല, ഫോൺ മുഖേന ആണ്. വെള്ളിയാഴ്ച അറിയിച്ചതിനെ തുടർന്നാണ് ഇന്നലെ അവിടെ എത്തി തിരുവനന്തപുരത്ത് ആസ്ഥാനത്ത് മൊഴി നൽകിയിട്ടുള്ളത്. ഒപ്പം തന്നെ ഇതിൽ നാളെ, അതായത് ഇതിന്റെ അന്തിമ റിപ്പോർട്ടടക്കം കുറ്റപത്രമടക്കം കൊടുക്കാൻ ഇനി വളരെ വിരളം ദിവസങ്ങൾ മാത്രം നിലനിൽക്കെ ഇനി കൊടുക്കുന്ന ഏറ്റവും അവസാനത്തെ ഇടക്കാല റിപ്പോർട്ടായിരിക്കും തിങ്കളാഴ്ച. അതായത് നാളെ ഇടക്കാല റിപ്പോർട്ട് ദേവസ്വം ബെഞ്ചിന് SIT കൊടുക്കാൻ നിൽക്കുകയാണ്. ഈ അവസാന കുറ്റപത്രം തൊട്ടു മുമ്പേ കൊടുക്കുന്ന ഇടക്കാല റിപ്പോർട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഇതിലെ 12 പ്രതികളിൽ നിന്നും പ്രതിപട്ടിക കൂടുമോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ പ്രതിപട്ടിക കൂടാനുള്ള സാധ്യത കുറവാണെങ്കിൽ കൂടി അടൂർ പ്രകാശിനെയും ഒപ്പം തന്നെ കടകംപള്ളി സുരേന്ദ്രനെയും വീണ്ടും ചോദ്യം ചെയ്യാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാവില്ല. ഒപ്പം തന്നെ നിലവിൽ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നഷ്ടപ്പെട്ട സ്വർണം ഒന്നുപോലും തിരിച്ചെടുക്കാനായിട്ടില്ല. അതായത് തിരിച്ചെടുത്തു എന്ന സ്വർണം ശാസ്ത്രീയ പരിശോധനയിലൂടെ അത് ശബരിമലയിൽ നിന്ന് നഷ്ടപ്പെട്ട സ്വർണ്ണമാണെന്ന് നിലവിൽ സ്ഥിരീകരിക്കാനായിട്ടില്ല. അതിന്റെ ശാസ്ത്രീയ പരിശോധനാ ഫലം കൂടി അടുത്ത ആഴ്ച ലഭിക്കും. അടുത്ത ആഴ്ച ശാസ്ത്രീയ പരിശോധനാ ഫലം ലഭിച്ച ശേഷമായിരിക്കും അന്തിമ റിപ്പോർട്ട് അല്ലെങ്കിൽ കുറ്റപത്രം ദേവസ്വം ബെഞ്ചിന് മുൻപിൽ കൈമാറുക. അടൂർ പ്രകാശുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഫോട്ടോ മാത്രമല്ല, സംസ്ഥാനത്തിന് പുറത്തുള്ള ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ഗുണഭോക്താക്കളായിട്ടുള്ളവർ, സ്വർണ്ണക്കൊള്ളയുടെ ഇടപാടുകളിൽ പെട്ടവർ, മോഷ്ടിച്ചവർ അടക്കമുള്ള ആളുകളുമായി ബന്ധമുള്ള ആളുകളുമായി അടൂർ പ്രകാശിന് ബന്ധമുണ്ടോ, ഇവർ ഫോൺ മുഖേന ഇവരുമായി ബന്ധപ്പെട്ടടക്കമുള്ള ചോദ്യങ്ങളിൽ ഇന്നലെ ഉത്തരം ആരാഞ്ഞിരുന്നു. പക്ഷേ ഇത്തരം കാര്യങ്ങളിൽ മൊഴി നൽകിയതല്ലാതെ SITയുടെ ഭാഗത്തുള്ള തെളിവുകളെ അധികരിച്ചുകൊണ്ടുള്ള ചോദ്യം ചെയ്യൽ ഒന്നുകൂടി നടത്തണമെന്ന നിഗമനത്തിലേക്ക് അന്വേഷണ സംഘം എത്തും. കാരണം നിലവിൽ കടകംപള്ളി സുരേന്ദ്രനെയും അടൂർ പ്രകാശിനെയും ചോദ്യം ചെയ്യൽ മൊഴി രേഖപ്പെടുത്തുന്ന നടപടിയാണ് SIT എടുത്തിട്ടുള്ളത്. ഒപ്പം തന്നെ കഴിഞ്ഞ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് അടക്കമുള്ളവരുടെ മൊഴി വീണ്ടും രേഖപ്പെടുത്തണമെന്നുള്ളൊരു വിലയിരുത്തൽ SITക്കുണ്ട്. അങ്ങനെ 3 പേരെയും ഒരിക്കൽ കൂടി വിളിച്ചു വരുത്താനുള്ള നീക്കം SIT നടത്തിയേക്കും. അങ്ങനെ ഇരിക്കെയാണ് നിലവിൽ ഇനി ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയിട്ടുള്ള ഇടപാടുകളെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ED അന്വേഷിക്കുന്നു. ഒപ്പം തന്നെ മുരാരി ബാബുവിന്റെ സാമ്പത്തിക ക്രമക്കേട് അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡിൽ 10 ദിവസത്തിനകം മുരാരി ബാബു കഴിഞ്ഞ 10 വർഷം ദേവസ്വം ബോർഡിൽ നിന്ന് വാങ്ങിയ വരുമാനങ്ങൾ, ആനുകൂല്യങ്ങളെ സംബന്ധിച്ച റിപ്പോർട്ട് 10 ദിവസത്തിനകം ദേവസ്വം ബോർഡ് വിജിലൻസ് കൈമാറാണ് നിർദ്ദേശം നൽകുന്നത്. അങ്ങനെ EDക്കും SITക്കും പിന്നാലെ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ വിജിലൻസ് കൂടി ഇപ്പോൾ ഇതാ പിടിമുറുക്കുകയാണ്. ആര്യ, തീർച്ചയായും മനീഷ് മഹിപാലാണ് വിശദാംശങ്ങൾ നൽകിയത്. അങ്ങനെയാണ് SITയുടെ തുടർ നീക്കം.